അച്ചുമോനെ പാറമോളെ സ്കൂളിൽ വിട്ടിട്ട് ഞാൻ അമ്പലം വരെ ഒന്ന് പോയിട്ട് അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അവരുടെ സ്കൂളിൽ വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങോട്ട് പോയി അതിനുശേഷം തിരിച്ചതേ നമ്മുടെ കടയിലെത്തി. അപ്പോൾ ശ്രീചേട്ടനും അവിടെ ഉള്ളവരൊക്കെ ഭയങ്കര തിരക്കിലായിരുന്നു കേട്ടോ. അവിടെ പച്ചക്കറികളൊക്കെ വന്നതും അത് ഒതുക്കുന്നതിൻ്റെ ഒക്കെ തിരക്കിലാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ തൊട്ടപ്പുറത്തുനിന്ന് ശ്രീചേട്ടൻ എനിക്കൊരു ചായ മേടിച്ചു തന്നു കേട്ടോ. അപ്പോൾ ചായക്ക് കടിയായിട്ട് ഞാൻ അവിടെ ഇരുന്ന വട്ടയപ്പാണ് എടുത്തത് കേട്ടോ. അങ്ങനെ വട്ടയപ്പവും ചായയൊക്കെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോന്നു. വീട്ടിലേക്ക് പോരുമ്പോൾ പാറമോൾക്കൊന്നും എന്തെങ്കിലും മേടിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പാറമോൾക്കും അച്ചുമോനും. അപ്പോൾ എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയത് ഇവിടേക്കാണ് കേട്ടോ. സുഗുണ ചിക്കൻ ഉണ്ടല്ലോ, ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ്റെ കാല് മാത്രം കിട്ടും. പറഞ്ഞു അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതേ കാല് മേടിച്ചിട്ട് നമ്മൾ 4 ചിക്കൻ കാലാണ് മേടിച്ചത്, 110 രൂപ കേട്ടോ 4 അങ്ങനെ അതൊക്കെ മേടിച്ചത് ഇതാണ് നമ്മുടെ ചിക്കൻ കാല്. അതൊക്കെ മേടിച്ച് നമ്മൾ വീട്ടിലെത്തി അത് നന്നായിട്ട് കഴുകിയെടുത്തു കേട്ടോ. ഞാൻ ഇത്തിരി വിനാഗിരിയൊക്കെ ഒഴിച്ച് കഴുകിയെടുക്കും. അപ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ മണമുണ്ടെങ്കിൽ മാറി കിട്ടും. അത് നന്നായി കഴുകിയെടുത്തതിന് ശേഷം എല്ലാ ചിക്കൻ കാലിലും ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തു. അപ്പോൾ നന്നായി മുളകൊക്കെ പിടിക്കും. അപ്പോഴാണ് ചില്ലി ചിക്കൻ്റെ മസാല അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചില്ലി ചിക്കൻ്റെ മസാല ഇട്ട് കൊടുത്താൽ പിന്നെ ഉപ്പൊന്നും ഇടണ്ട. അങ്ങനെ ആ മസാലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായി പുരട്ടി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി പാറമോള് വരാറാവണ സമയത്ത് നമുക്കിത് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയുണ്ടെന്ന് പാറമോള് വന്നതിന് ശേഷം നമുക്ക് കാണാം.